ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ചതുരംഗപ്പാറ എത്തിയേക്കാട്ടോ. നമ്മുടെ യാത്രാ വീഡിയോയുടെ ബാക്കിയാണ്. അപ്പോൾ ഇതിപ്പോൾ ചതുരംഗപ്പാറ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിറയെ കാറ്റാടികളാട്ടോ. ഇവിടെ നല്ല കാറ്റ് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ കുറേ കാറ്റാടികളാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു വലിയ കാറ്റാടിയുടെ ചോട്ടിലോട്ടെ. എല്ലാം ഇത്രയും ഹൈറ്റിന് ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ തല കുത്തി നിന്നൊരു വീഡിയോ എടുത്ത് നോക്കിയത് കേട്ടോ. ഭയങ്കര വലിപ്പമാണ്, ഇത് കാണുമ്പോലെയല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കാറ്റാടികൾ വഴി വൈദ്യുതി ഉണ്ടാക്കണ്ടോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഒരു കാറ്റാടിപ്പാടം തന്നെ ഉണ്ട്. ഇതിൽ ഒരു കാറ്റാടി മമ്മൂട്ടി സ്പോൺസർ ചെയ്താണെന്ന് പറയണ്ട കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി. അപ്പോൾ നമ്മുടെ ഈ ചതുരംഗപ്പാറ ഇതല്ല, ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറേ ഹൈറ്റിലേക്ക് ജീപ്പ് വഴി കയറി പോകണം കേട്ടോ. നമുക്ക് നല്ല കാഴ്ചകൾ, വ്യൂ പോയിൻ്റൊക്കെ ആസ്വദിക്കണമെങ്കിൽ. ഇവിടെ നിൽക്കുമ്പോഴും നല്ല കാറ്റാട്ടോ, ഭയങ്കര കാറ്റാണ്. ഈ വീഡിയോ ഇങ്ങനെ സൗണ്ട് കളഞ്ഞിട്ടാണ് ഞാൻ ഇട്ടേക്കണത്. കാറ്റിൻ്റെ ഭയങ്കര സൗണ്ടാണ് ഇവിടെ. അപ്പോൾ നമുക്ക് പോകാനുള്ള ജീപ്പൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ജീപ്പിലേക്ക് കയറാണ്. അപ്പോൾ ഇതൊരു ഓഫ് റോഡ് ട്രക്കിംഗ് ആട്ടോ, കുറച്ചൊരു അഡ്വഞ്ചറാണ്. കുറേ സമയം നല്ല നിരപ്പായിട്ടുള്ള റോഡ് തന്നെയാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കുണ്ടും കുഴിയും നമ്മൾ എടുത്തെറിയണ പോലെയൊക്കെ ഉള്ളൊരു ഫീലാണ് കേട്ടോ പിന്നെ ജീപ്പിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കണതൊക്കെ നമുക്ക് പറ്റിയ വഴികൾ തന്നെയാണ്. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ കുറച്ച് ദൂരം നല്ലൊരു അഡ്വഞ്ചർ ഉണ്ട്. അപ്പോൾ ജീപ്പിൻ്റെ സീറ്റിൽ നിന്ന് മുകളിലൊക്കെ ഒന്ന് പോയി താഴെയൊക്കെ ഒന്ന് വരും കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ പഠിച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞിട്ട് നല്ല മുറുക്കി പിടിച്ചിരിക്കണം ജീപ്പിൽ. അങ്ങനെ നമ്മുടെ ജീപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അവിടെയൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പോയാൽ ഞാനും ഫോണും ഒക്കെ താഴെ ചാടും കേട്ടോ ജീപ്പിൽ നിന്ന്. അതുകൊണ്ട് പിന്നെ ഇതുപോലെ നിരപ്പായിട്ടുള്ള സ്ഥലം എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. രസമായിരുന്നു കേട്ടോ ജീപ്പിൽ, നല്ലൊരു അനുഭവമായിരുന്നു അത്, നല്ല രസമാണ്. അപ്പോൾ ഈ ജീപ്പിൽ ഇങ്ങനെ വരണതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇത് ഇപ്പോൾ നമ്മൾ ഹൈറ്റ് കയറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങടേക്ക് മാത്രമായിട്ട് വരണതിന് 75 രൂപയും, ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, താഴേക്ക് ഇറങ്ങിയിട്ട് അപ്പുറം വഴിക്ക് വീണ്ടും പോകാം നമുക്ക്. അങ്ങടേക്കും കൂടി പോണതിന് 75 രൂപ. അപ്പോൾ നമ്മൾ 2 സൈഡ് പോവുകയാണെങ്കിൽ 150 രൂപയാണ്. ഒറ്റ സൈഡ് പോയാൽ 75 എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ കൂടെ ഉണ്ടായ ഒരു ജീപ്പ് ഒരു സൈഡിലേക്ക് മാത്രം പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് 85 രൂപ വാങ്ങിയെന്ന് ഇതിലുള്ളവർ പറയണ്ടായിട്ടോ. എങ്ങനെയായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഈ ജീപ്പിൽ കയറി ഈ വ്യൂ പോയിന്റിൽ വരണം, എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ. അവിടെ വേറൊന്നും നമുക്ക് ആ കാറ്റാടിപ്പാടല്ലാതെ കാണാനില്ല. പക്ഷേ ഇങ്ങോട്ട് കയറി വരുമ്പോഴാണ് കാഴ്ചകൾ ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. അതായത് നമ്മളും ആകാശവും തൊട്ടില്ല എന്ന് പറഞ്ഞ പോലെ കേട്ടോ. നമ്മൾ ആകാശത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഫീലാണ്. നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എന്ത് ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ച എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഇങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. അത് അവിടെ പോയി കണ്ടാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. അത് ആസ്വദിക്കണം, അപ്പോഴതറിയുള്ളൂ. ഇവിടെ കണ്ടോ, മഴവില്ലാണ് ആ കാണുന്നത്. കാറ്റത്ത് ഇങ്ങനെ ഷോളൊക്കെ പറന്നടിച്ച് പോണ അതാട്ടോ കണ്ടത്. ഈ മഴവില്ല് നമ്മൾ സാധാരണയായിട്ട് താഴെ നിന്നിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോഴാണല്ലോ മഴവില്ല് കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക്, അല്ലെങ്കിൽ നമ്മൾ മഴവില്ലിൻ്റെ ഒപ്പത്തിനൊപ്പം തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാട്ടോ നിൽക്കണേ. ഇത്ര അടുത്ത് ഇത്ര ഭംഗിയായിട്ട് മഴവില്ല് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആദ്യത്തെ അനുഭവമാണ്. അയ്യോ, എനിക്കുണ്ടായതായിട്ടുള്ള ഒരു സന്തോഷം പറയാൻ പറ്റില്ല കേട്ടോ. അത്ര ഒരു ഭയങ്കര ഫീലായിരുന്നു. ഇവിടെ നിന്നിട്ട് നമ്മളിപ്പോൾ നിൽക്കണത് ഒരു പാറയാണോ മലയാണോ അതിൻ്റെ അത്ര ഹൈറ്റിലല്ലേ. അവിടെ നിന്നിട്ട് അങ്ങറ്റത്തേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്ന പാറക്കൂട്ടങ്ങളുണ്ടല്ലോ, അത് തമിഴ്നാടാട്ടോ. അപ്പോൾ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്കുള്ള ഷോർട്ട് കട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. തേനിക്കൊക്കെ പോണ റൂട്ടാണെന്നാണ് പറഞ്ഞത്. അതിൽ തമിഴ്നാട്ടിലേക്ക് വഴിയുണ്ട് ഷോർട്ട് കട്ടായിട്ട്, രഹസ്യ വഴികളൊക്കെയാണെന്ന് പറഞ്ഞത്. എന്താ ഭംഗിയല്ലേ, മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനേ തോന്നില്ല കേട്ടോ. ഭയങ്കര സൗണ്ടാണ് കാറ്റിന്. ഈ കാറ്റിൻ്റെ സൗണ്ട് കൊണ്ട് നമുക്ക് വായി തുറന്ന് വർത്താനം പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ സംസാരിക്കുന്ന വാക്കുകളൊക്കെ കാറ്റ് കൊണ്ടുപോകും. അത്ര കാറ്റാണ്, ഭയങ്കര ശക്തിയുള്ള കാറ്റാണ്. പക്ഷെ അത് വീഡിയോയിൽ അത്ര നമുക്ക് മനസ്സിലാവില്ലല്ലോ. കാറ്റിൻ്റെ ആ പവർ നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ പവർ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോഴും കാണുമ്പോഴും അതറിയാൻ പറ്റില്ല. അത് ഫീൽ ചെയ്ത് തന്നെ അറിയണം. അത്ര കാറ്റാണ് ഇവിടെ. നല്ല രസമാണ്. നമുക്ക് വേനൽക്കാലത്തൊക്കെ അവിടെ അങ്ങോട്ട് പോയി ഇരുന്നാൽ മതി.
അപ്പോൾ ഇനി നമ്മൾ വന്ന ജീപ്പുകളൊക്കെ ആയിട്ടാണ് കിടക്കണം. ഇതുപോലെ ഒരുപാട് ജീപ്പുകളുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകണം. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഈ വോയിസ് കളയാതെ ഇട്ടിട്ടുണ്ട്. ആ കാറ്റിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേട്ടോട്ടെ എന്ന് വിചാരിച്ച്. ഈ റോഡൊക്കെ ഇപ്പോൾ വഴികളൊക്കെ വെട്ടിയിട്ട് ഇത് മുകളിലേക്ക് എടുത്തേക്കുന്നതായിട്ട് ഇതൊന്നും മാറ്റി ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷമായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അതിന് മുമ്പൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിലൂടെ ഇങ്ങനെ പോവുകയാണ്. നമ്മളിപ്പോൾ ആകാശത്തിൻ്റെ മുട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ പോകും പോലെ ഉണ്ട്. ഇപ്പം അമ്പിളിമാമനെ പിടിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചാൽ ഫീലാട്ടോ എനിക്കിപ്പോൾ തോന്നണത്. മറിഞ്ഞ് ചാടാട്ടോ, അത്രയ്ക്ക് കാറ്റാണ്. എൻ്റെ ബാഗ് ഒരു വഴിക്ക്, ഷോൾ ഒരു വഴിക്ക്, ഞാനൊരു വഴിക്ക്, അങ്ങനെയാണ്. 2 പ്രാവശ്യം ഞാൻ മറിഞ്ഞ് ചാടി. പിന്നെ ഞാൻ അങ്ങോട്ട് ഇരുന്നു അവിടെ. പിന്നെ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് വീഡിയോ എടുത്തപ്പോഴാണ് നല്ലൊരാശ്വാസം. നമുക്ക് നമ്മുടെ ഡ്രസ്സ് പറന്നുകൊണ്ടോ ഇതൊന്നും ശ്രദ്ധിക്കണ്ടല്ലോ. ഞാൻ അവിടെ വിശാലമായിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ആസ്വദിച്ചു കേട്ടോ. നല്ല രസമാണ്. ഇവിടുന്ന് നമുക്ക് എണീറ്റ് പോകാനേ തോന്നില്ല. ഇനിയിപ്പോൾ തിരിച്ചു പോകാനായിട്ട് വിളിക്കണ്ടല്ലോ. നമ്മുടെ ഈ ഭാഗത്തേക്കല്ലേ നമ്മൾ വന്നിട്ടുള്ളൂ. അപ്പം നമ്മളിനി തിരിച്ച് മറ്റേ ഒരു ഭാഗം കൂടി, ഒരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട്. അപ്പം ജീപ്പിൽ തിരികെ അങ്ങോട്ട് പോവാട്ടോ. വൺ സൈഡ് മാത്രം വരുന്നവർക്ക് അങ്ങനെയും വരാം, 2 സൈഡ് പോകുന്നവർക്ക് അങ്ങനെയും പോകാം. അപ്പോൾ ഞങ്ങളിനി 2 സൈഡ് പോകാൻ തീരുമാനിച്ചു. ഇതിപ്പോൾ നമ്മളെത്തിയേക്കുന്നത് നമ്മുടെ 2ാമത്തെ സൈഡിലാട്ടോ. ഇതാണ് ഇപ്പുറത്തെ സൈഡ്. ഇത് കണ്ടോ, കാറ്റത്ത് ഈ പുല്ലുകളൊക്കെ ഇങ്ങനെ കിടന്ന് ആടി ഒലയാണ്. അപ്പോൾ ഈ പുല്ല് ഇഞ്ചിപ്പുല്ലാണേ. ഇതാണ് ഇഞ്ചിപ്പുല്ല്. ഈ പുല്ല് വാറ്റിയിട്ടാണ് നമ്മൾ പുൽത്തൈലമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ പുല്ലുകൾ ഉണ്ട്, എന്ത് അനുസരണയോടുകൂടിയാണ് ആ കാറ്റിൻ്റെ ആ ഗതിക്കനുസരിച്ച് അവരങ്ങനെ കിടന്നു കൊടുക്കുകയാണ്. അവർ കാറ്റിനെയും ശല്യം ചെയ്യണില്ല, കാറ്റ് അവരെയും ശല്യം ചെയ്യണില്ല എന്ന് പറഞ്ഞ മട്ടാട്ടോ. അവരുടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഇഞ്ചിപ്പുല്ല് വാറ്റിയാണ് കേട്ടോ നമ്മൾ പുൽത്തൈലമൊക്കെ എടുക്കണത്. ഈ പുല്ല് പറിച്ചെടുത്ത് നമ്മൾ കയ്യിൽ നോക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. ഇവിടെ നിൽക്കുമ്പോഴും ഉണ്ട് കേട്ടോ ആ സ്മെല്ല്. അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് കുറച്ച് പുല്ലൊക്കെ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ, നമുക്ക് നട്ടു വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വെച്ചിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കും കേട്ടോ. അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് ആസ്വദിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മൾ ജീപ്പിൽ താഴേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ പോയ വഴിക്കല്ല ഇപ്പോൾ തിരിച്ചു വന്നത്, റൗണ്ട് അടിച്ചിട്ട് വേറെ വഴിക്കാണ് ഇപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഈ ട്രക്കിങ്ങിന് പോകണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗിയുള്ളൂ. അങ്ങനെ പിന്നെ നമ്മുടെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇവിടെ ഏതോ ഒരു രാജാവ് ചതുരംഗം കളിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് ആ ഭാഗത്തേക്ക് അവിടെ ഒരു കൊട്ടാരം കാണിച്ചു തന്നു. കൊട്ടാരം കാണിച്ചു തരല്ല, അതിൻ്റെ പോയിന്റ് കാണിച്ചു തന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ആ രാജാവ് പോയ ആ വഴിയാണ് ഈ പാറ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ പാറയ്ക്ക് ചതുരംഗപ്പാറ എന്ന് പേര് വന്നതെന്നൊക്കെ നമ്മുടെ ഡ്രൈവർ പറയണ്ടായിട്ടോ.
അങ്ങനെ തിരിച്ച് വരാനായിട്ട് ഇതാ ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.